എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി ഒന്ന് കറുത്തതാണെങ്കിൽ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ പഴം എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ഷുഗറും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് ഏലക്കാപ്പൊടിയും അതിലോട്ടൊരു 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഈ ഒരു പഴംപൊരിയുടെ മോഡിഫൈഡ് വേർഷൻ എന്നൊക്കെ വിളിക്കാം, കാരണം അതേ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ആ അടിച്ചെടുത്ത മിക്സിലോട്ട് ഞാനൊരു 1 കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു കൺസിസ്റ്റൻസി സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്പൂണിൽ നിന്ന് വിട്ട് നമുക്ക് കോരി ഒഴിക്കാൻ പറ്റുന്ന ആ ഒരു പരിവാണ് കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ്. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു നല്ല ലുക്കൊക്കെ ആയിരിക്കും എന്ന്, പക്ഷെ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. അത്രയേ ഉള്ളൂ. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ ഷേപ്പൊക്കെ ആദ്യത്തിൽ പോയി കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത് വീണ്ടും ഒഴിച്ചു കൊടുത്തു. രണ്ട് ഷേപ്പായെങ്കിലും നല്ല ടേസ്റ്റുമാണ്. എന്താ പറയുക, ഒരുപാട് നമുക്ക് 2-3 നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ.